പ്രിയപ്പെട്ട പൊന്നാനിക്ക് നമസ്കാരം. ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ജനപ്രതിനിധികൾ, ഏറെ പ്രിയങ്കരനായ പൊന്നാനിയുടെ MP ജനാബ് അബ്ദുൽ സമദാനി അവർകൾ, MLA-മാരായ സുഹൃത്ത് ശ്രീ BS ജോയ്, ശ്രീ അബൂബക്കർ, ആബിദ് ഹുസൈൻ അവർകൾ, നൗഷദ് അലി, ശ്രീനിവാസൻ, എല്ലാവർക്കും കേന്ദ്ര സർക്കാരിൻ്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ബിനോയ് ജോർജ്, ശ്രീ ആനന്ദ്, ഗണേഷ് കുമാർ, അർജുൻ, അരുൺ മോഹൻ, ശ്രീമതി ഇന്ദിര തുടങ്ങി പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന ശൃംഖലയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിൽ പ്രിയങ്കരനായ സമദാനി അവർകൾ പറഞ്ഞതുപോലെ കണ്ണീരും പുഞ്ചിരിയും വിരിക്കുന്നതിന് പിന്നെ നമുക്ക് നട്ടെല്ല് പകരാൻ പോകുന്നത് പോസ്റ്റ് ഓഫീസ് ശൃംഖലയാണ്. ആ പോസ്റ്റ് ഓഫീസ് ശൃംഖലയിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും, ഇവിടുത്തെ പ്രവർത്തകർക്ക്, പ്രിയപ്പെട്ട പൊന്നാനിയിലെ സഹോദരി സഹോദരങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇത് എനിക്കറിയാം, തീർച്ചയായും ഏത് പ്രദേശത്ത് ഇങ്ങനെയൊരു സംരംഭം വന്നാലും അതൊരുപാട് സന്തോഷവും അതിൻ്റെ പേരിൽ പുഞ്ചിരിയും ഒക്കെ വിടർത്തുന്ന ഒരു സമ്പ്രദായത്തിനാണ് ബഹുമാനീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി 2017 ഒരു പുതിയ പ്രഖ്യാപനം നടത്തിയത്. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നമുക്കതിന് മുമ്പുണ്ടായിരുന്ന ഭരണകർത്താക്കൾ വ്യതിയാനങ്ങൾ അവലോകനത്തിന് ശേഷം കൃത്യമായ വ്യതിയാനങ്ങൾ എന്താണോ അത് ദീർഘദൃഷ്ടിയോടെ കണ്ടെത്തിയ അതിൽ നിന്നുണ്ടായ നിഗമനങ്ങൾ എന്ന് പറയുന്നതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഔദാര്യമല്ല, നമുക്ക് അവകാശപ്പെട്ട വികസനത്തിൻ്റെ പേരിലുള്ള എല്ലാ അംശങ്ങളും. ഇവിടെ സമദാനി അവർകൾ സൂചിപ്പിച്ചതുപോലെ സ്വർഗീയനായ ശ്രീ E. അഹമ്മദ് സായ്, അദ്ദേഹം റെയിൽവേയുടെ സഹമന്ത്രി കൂടിയായിരുന്നു, വിദേശകാര്യമന്ത്രിയുമായിരുന്നു. അപ്പം അക്കാലത്ത് 2009 എൻ്റെ ഓർമ്മ. അന്ന് അദ്ദേഹം ഇത് വിപുലീകരിക്കുന്നതിനുള്ള അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗുമായി ചേർന്ന് ഇതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ അന്ന് തുടങ്ങി വെച്ചതാണ്. അതുവഴി നമ്മുടെ രാജ്യത്ത് 2014 ഞാൻ മനസ്സിലാക്കുന്നത് 77 പാസ്പോർട്ട് കേന്ദ്രങ്ങളാണ് ഉണ്ടായത്. അന്ന് എനിക്ക് തോന്നുന്നു 30 സംസ്ഥാനങ്ങളാണ്, അല്ലേ, 7 യൂണിയൻ ടെറിട്ടറികൾ, 77 പാസ്പോർട്ട് കേന്ദ്രങ്ങളാണ് ഉണ്ടായിരുന്നത്. Am I right? 2014 ഇതിൻ്റെ കൃത്യമായ കണക്കെടുക്കുമ്പോൾ 95 എന്നാണ് എൻ്റെ ഓർമ്മ. 95 പാസ്പോർട്ട് കേന്ദ്രങ്ങളായി ഇത് വളർത്തി 2014 2017 95 17 ഈ നോട്ട് മാറ്റം അതുപോലെയുള്ള വിപ്ലവാത്മകമായ വ്യതിയാനങ്ങൾ കൊണ്ടുവന്ന് അതിൻ്റെ ഫലം രാജ്യം നുകരാൻ തുടങ്ങിയ സമയത്ത് നമ്മുടെ യശസ്വി പ്രധാനമന്ത്രി അന്ന് കണ്ടെത്തിയ
കണക്കുകളുടെ പശ്ചാത്തലത്തിൽ 130 കോടി ജനതയ്ക്ക് 95 പാസ്പോർട്ട് ഓഫീസുകൾ കണ്ണീരിട്ട് വിടാനും തികയില്ല, പുഞ്ചിരി വിരിക്കാനും തികയില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് പുതിയ ക്രമീകരണം കൊണ്ടുവന്നത്. നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും പ്രവർത്തിച്ചാലും ഇല്ലെങ്കിലും അന്ന് അദ്ദേഹം ഡിസൈൻ ചെയ്ത പദ്ധതിയാണ് ഇന്ത്യയിലെ 543 ലോക്സഭാ മണ്ഡലങ്ങളിലും ഒരു പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉണ്ടാവണം എന്ന്. ഇന്ന് പൊന്നാനിയിലെ തവനൂരിൽ ഈ പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാൻ ഈ പറയുന്നത് പാസ്പോർട്ട് ഓഫീസുകളാണ് നമുക്ക് 95-ൽ നിന്നിരുന്നത് 2017. പക്ഷെ പുതിയ ഒരു ശൃംഖല അതിലേക്ക് ചേർത്തു. പോസ്റ്റ് ഓഫീസ് വഴി പാസ്പോർട്ടും കൂടി പ്രോസസ്സ് ചെയ്യുന്ന കേന്ദ്രങ്ങൾ സൃഷ്ടിക്കപ്പെടും. അത് മാത്രമേ മാർഗമുണ്ടായിരുന്നുള്ളൂ. ഞാൻ നേരത്തെ ഈ നോട്ട് മാറ്റത്തെ സംബന്ധിച്ചും ഒരു പരാമർശം നടത്തിയതിൻ്റെ പശ്ചാത്തലം, അല്ലെങ്കിൽ അതിവിടെ പരാമർശിക്കാൻ കാരണം, അന്ന് നോട്ട് മാറിയെടുക്കാൻ വേണ്ടി ഒരു രാത്രി മുഴുവൻ ബസ്സിൽ സഞ്ചരിച്ച് പാവങ്ങൾക്ക് യാത്ര ചെയ്തൊരു ബാങ്കിൽ ചെന്നത് മാറേണ്ടി വന്ന ഒരു മനസ്സിലാക്കലുണ്ടായി. 2018 ഞാൻ അന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുണ്ട്, IT സ്റ്റാൻഡിംഗ് കമ്മിറ്റി. അതിന് കീഴിലാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്സ് അന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു പുതിയ സമ്പ്രദായമായിരുന്നു 5000 ബാങ്കുകൾ, വെർച്വൽ ബാങ്കുകൾ രാജ്യത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഈ 130 കോടി ജനതയെ ബാങ്കിങ് സൗകര്യങ്ങൾ നൽകി സേവിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ അന്ന് അദ്ദേഹം തിരഞ്ഞെടുത്തതും പോസ്റ്റ് ഓഫീസുകളാണ്. ആ പോസ്റ്റ് ഓഫീസിൻ്റെ മഹത്വം, ഭാരതത്തിൽ ഏറ്റവും വലിയ സേവന സന്നദ്ധതയുള്ള ഒരു സംഘം മനുഷ്യരുടെ പ്രവർത്തനമാണ് ഇതിന് ഇത്രയും ഖ്യാതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് വന്നാലും ഒരു മന്ത്രവാദി ഇറങ്ങിയാൽ കോഴിക്ക് കിടക്കപ്പുറതിയില്ല എന്ന് പറയുന്നത് പോലെയാണ് ഒരു പുതിയ പദ്ധതി വന്നാൽ പാവം പോസ്റ്റ് ഓഫീസ് ജീവനക്കാർക്ക് കിടക്കപ്പുറതിയില്ല, ഉണ്ടാവുകയില്ല, അതുണ്ടാവാൻ ഞങ്ങൾ അനുവദിക്കുകയുമില്ല. ലാസ്റ്റ് മൈൽ സിറ്റിസൺ, ഏറ്റവും അവസാനത്തെ മൈലെന്ന് ഞാൻ പറയില്ല, മില്ലിമീറ്റർ പൗരന്റെ അടുത്തേക്ക് ഒരു സ്പർശം കൊണ്ട്, അത് ഹൃദയ സ്പർശമായാലും കരസ്പർശമായാലും, ഇനി കണ്ണീർ പങ്കുവെക്കുന്ന, പറഞ്ഞു ഒരു ടെലിഗ്രാമൊക്കെ വന്ന് ഒരു കമ്പിയുണ്ടെന്ന് പറയുമ്പോഴേ ആദ്യം നെഞ്ചത്തിടിച്ച് നിലവിളിയാണ്. ആ കണ്ണീരിന് കൂടി പങ്കാളിയാവുന്ന ആളാണ് ഒരു പോസ്റ്റ് ഓഫീസ് ജീവനക്കാരൻ. ആ ജീവനക്കാരനെ തന്നെയാണ്, അവരുടെ കേന്ദ്രമാണ് നമുക്കൊരു പക്ഷേ ഇത്രയും അധിക സൗകര്യം പാസ്പോർട്ടിന് വേണ്ടി അതുവഴി കണ്ണീരും പുഞ്ചിരിയും വിരിയിക്കാൻ വേണ്ടി തയ്യാറായി വന്നിട്ടുള്ളത്. ഇന്ന് പൊന്നാനിയിലെ തവനൂരിലെ ഈ പാസ്പോർട്ട് സേവാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് സൗകര്യം ഒരുക്കി തന്ന് നിങ്ങളുടെ സേവനത്തിലേക്ക് എത്തുന്ന ഈ പാസ്പോർട്ട് സേവാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ 543 ലോക്സഭാ മണ്ഡലങ്ങളിൽ 455ാമത്തെ സേവാ കേന്ദ്രമാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത്രയും മഹത്വമാണ്. ദീർഘദൃഷ്ടിയുള്ള ഭരണകർത്താക്കൾ മാത്രമുണ്ടായിട്ടും കാര്യമില്ല. അദ്ദേഹം എന്ത് പറഞ്ഞാലും മരം നട്ടുപിടിപ്പിക്കുന്ന ഏക് പേഡ് അപ്നെ മാ കെ നാം പേ, അതാണ് ഞങ്ങൾ ഇവിടെ ചെയ്തത്. അത് പെട്രോളിയം മിനിസ്ട്രിയുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ്, സ്വച്ഛത പക്വാടയുമായി ബന്ധപ്പെട്ട്. ബഹുമാനീയനായ മോദിജി പറയുന്നത് സർക്കാരുകൾക്ക് ദീർഘദൃഷ്ടിയാവാം, ദീർഘവീക്ഷണമാവാം, ഡെവലപ്മെന്റിന് വേണ്ടി സ്കീംസ് കൊണ്ടുവരാം, അതിന് പണം കണ്ടെത്താം, അത് കൃത്യമായി വിഭജിച്ച് ഓരോ പദ്ധതിക്കും നമുക്ക് ഓരോ അലൊക്കേഷൻ വയ്ക്കാം, അത് നൽകാം. പക്ഷെ ഇത് എങ്ങനെ സാധ്യമാവും? ഓരോ പൗരനും ഹൃദയം നൽകി എന്ന് സമർപ്പിതമായി ആത്മാർത്ഥമായി ആ പദ്ധതി ഏറ്റെടുക്കുന്നു, അന്ന് മാത്രമേ ഇത് ഫലവത്തായി നമ്മുടെയൊക്കെ ഒരു അനുഭവത്തിലേക്ക് ഇത് കൊണ്ടുവരുവാൻ സാധിക്കും. അത് ഇവിടുത്തെ MP മാരെല്ലാം കൃത്യമായി
ഇവിടുത്തെ MLA-മാരെല്ലാം കൃത്യമായി തവനൂരിൽ ഇത് ഏത് പോസ്റ്റ് ഓഫീസിൽ വരണമെന്നുള്ള ഒരു ദിശ കാട്ടിക്കൊടുത്തു. നമ്മുടെ ഡോക്ടർ S. ജയശങ്കറും ശ്രീ നരേന്ദ്രമോദിയും എല്ലാം ചേർന്ന് വിഭാവനം ചെയ്ത ഒരു സ്കീം വഴി ഈ മനുഷ്യരെല്ലാം പ്രവർത്തിച്ചതുകൊണ്ട് അത് നിങ്ങളുടെ സൗകര്യത്തിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി ഇവിടെ വന്ന് ഭവിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ മുഹൂർത്തത്തിൻ്റെ ഏറ്റവും വലിയ ദിവ്യമായ പ്രത്യേകത. ആ മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു. ഇത് കേരളത്തിൻ്റെ അങ്ങ് തെക്കേ അറ്റത്ത് കിടക്കുന്ന ഒരുത്തന് തൃശ്ശൂര് വരുത്തനായി എത്തി ഒരു അതിഥിയായി ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുവാൻ വേണ്ടി തുറന്ന് നൽകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനെ അമ്മയെ ഓർക്കുകയാണ് ഈ വേദിയിൽ നിന്ന് സമർപ്പിതമായി എല്ലാ സേവാ കേന്ദ്രങ്ങളിലും. ഇനിയിപ്പോൾ ഡീലിമിറ്റേഷൻ കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ 4 or 5 അധികമായി ലോക്സഭാ മണ്ഡലങ്ങൾ വരും. അപ്പോൾ അത്രയും കൂടി നമുക്കിവിടെ ലഭിക്കാൻ പോകുന്നു. ഇന്ത്യയിൽ തന്നെ 100 ശതമാനം അധിക ലോക്സഭാ മണ്ഡലങ്ങൾ വരുന്നതോടുകൂടി 455 നിന്ന് 543 അല്ല, ഏതാണ്ട് 700ഓളം ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇത് വരുവാൻ പോവുകയാണ്. ഇത് ഇത്രയും ഒരു എസ്റ്റാബ്ലിഷ്മെന്റിനുള്ള എക്സ്പെൻസസ് ഉണ്ട്. അത്രയും ജോലിക്കാരെ വെക്കണം, അവർക്ക് ശമ്പളം കൊടുക്കണം. ഇദ്ദേഹം സൂചിപ്പിച്ച പാസ്പോർട്ടിന്റെ വില വർധന എന്ന് പറയുന്നത് വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഗ്രോത്താണ് അല്ലേ. നമുക്ക് 1950 കിട്ടിയിരുന്ന പച്ചക്കറിയുടെ വില എന്താണ്, ഇപ്പൊ എന്ത് കൊടുക്കണം അല്ലേ? അന്നത്തെ പച്ചക്കറിയുടെ മൂല്യം ഇന്നത്തെ പച്ചക്കറിക്ക് ഉണ്ടോ എന്നല്ല ചോദിക്കേണ്ടത്, എത്രമാത്രം മൂല്യ തകർച്ചയുണ്ട് എന്ന് ചോദിക്കണം അല്ലേ. ശ്രീ ഇ. അഹമ്മദ് സാഹിബിന്റെ, സ്വർഗീയനായ ഇ. അഹമ്മദ് സാഹിബിന്റെ കാര്യം ഇവിടെ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി എനിക്ക് പറഞ്ഞ ഈ പ്രസംഗം, ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കാൻ സാധിക്കും. 2011 മറ്റോ ആണ് അദ്ദേഹം പൊന്നാനി വരെ ഗുരുവായൂർ ലൈൻ റെയിൽവേ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു പദ്ധതിയുമായി വന്ന് അദ്ദേഹത്തിൻ്റെ മുട്ടുകാല് തല്ലിയൊടിച്ചു. ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിച്ചില്ല. അദ്ദേഹം മരിക്കുമ്പോൾ ആ കണ്ണീരോടുകൂടി തന്നെയാണ് മരിച്ചിരിക്കുന്നത്. അന്ന് ഫ്രീസ് ചെയ്ത് വെച്ച 2014 മുമ്പ് ഫ്രീസ് ചെയ്ത ആ പ്രോജക്റ്റ് നിങ്ങളുടെ അയൽക്കാരൻ MP ഡീഫ്രീസ് ചെയ്യിച്ചിട്ടുണ്ട്. ആ പദ്ധതി ഇപ്പോൾ ഓപ്പണാണ്. അതിനുവേണ്ടി ജോയും ശ്രീ ആബിദ് ഹുസൈൻ തങ്ങൾ അവർകളും അബൂബക്കറും നൗഷദ് അലിയും എല്ലാം അതിനുവേണ്ടി ഇനി അഹോരാത്രം പണിയെടുക്കണം. ഇത് കായംകുളത്ത് നിന്ന് ഒരു ലൈൻ ആലപ്പുഴയ്ക്ക് തിരിഞ്ഞ് കൊച്ചിയിലേക്ക് കൊണ്ടുവന്ന് കണക്ട് ചെയ്തതുപോലെ ഒരു പാരലൽ ലൈൻ നമുക്ക് തിരൂർ, കുറ്റിപ്പുറം, തൃശ്ശൂർ അല്ലെങ്കിൽ ഷൊർണൂർ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് തിരൂർ, പൊന്നാനി, ഗുരുവായൂർ, ഇരിഞ്ഞാലക്കുട എന്ന് പറയുന്ന ലൈനിന് വേണ്ട ഡിസൈനും അതിൻ്റെ ഒരു ജോഗ്രാഫിക്കൽ ഏരിയ മാർക്ക് ചെയ്ത് ശ്രീ അശ്വിനി വൈഷ്ണവ് അവർക്ക് റെയിൽവേ മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അത് തത്വത്തിൽ വളരെ വലിയ സന്തോഷത്തോടെയും ആവേശത്തോടെയുമാണ് അത് സ്വീകരിച്ചിരിക്കുന്നത്. ബാക്കി ജോലി ഇനി നിങ്ങളുടേതാണ്. ഇവരത് ഓപ്പൺ ചെയ്ത് കേരള സർക്കാരിനെ കൊണ്ട് അതിനുള്ള സ്ഥലം വാങ്ങിച്ച് കൊടുത്തല്ലാതെ ഇവരെ ഇനി അടുപ്പിക്കരുത്. നിങ്ങൾ അത്രയും കൂടി ചെയ്യണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. പക്ഷേ കേരള സർക്കാർ അതിനുള്ള സ്ഥലം എടുത്തു കൊടുക്കണം. വന്ദേ ഭാരത് ഇപ്പോൾ ഓടുന്ന 3 ട്രെയിനല്ല, നമുക്കത് 6 ട്രെയിനായും വരാനുള്ള സാധ്യത. ആലപ്പുഴ വഴിയും പോകുന്നില്ലേ 2 ട്രെയിൻ? അതുപോലെ വന്നൂടെ? നമുക്ക് ഇന്നുള്ള റെയിൽ നെറ്റ്വർക്ക് അതിലൂടെ ഓടിക്കാൻ ഇനി ട്രെയിനുകൾക്ക് സമയമില്ല, ആ സമയത്തിന്റെ സ്പേസ് ഇല്ല. നമുക്ക് വീതി വർദ്ധിച്ചു കിട്ടണം. കേരളം വളരെ ചെറിയ സംസ്ഥാനമാണ്. നമുക്ക് കടലിനും മലനിരകൾക്കും ഇടയ്ക്ക് ഒരല്പം വായുവാണ് നമുക്ക് കിട്ടുന്നത്. അതെന്തിനെല്ലാം വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ ഈ കണക്കെടുത്ത് എവിടെയൊക്കെ ആവാസ വ്യവസ്ഥിതിക്ക് ദോഷമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കുമോ അത് തിരൂർ, പൊന്നാനി, ഇരിഞ്ഞാലക്കുട, ഗുരുവായൂർ വഴി ഇരിഞ്ഞാലക്കുട ലൈനിന് വേണ്ടി എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണമെന്ന് മാത്രം
അഭ്യർത്ഥിക്കുകയാണ്. ഇതുപോലെ ഒരു റെയിൽവേയുടെ പരിപാടിക്ക് കൊച്ചിയിൽ നിന്ന് പൊന്നുരുന്നിയിൽ ഒരു റെയിൽവേ യാർഡ് 100 ചില്ലാനോ ഏക്കർ സ്ഥലം അവിടെയുണ്ട്, കുറച്ചുകൂടെ വാങ്ങി തരാമെന്ന് അന്നത്തെ മന്ത്രി ആരായിരുന്നു, കേരളത്തിലെ മന്ത്രി, റെയിൽ മന്ത്രി ഇവിടുത്തെ അബ്ദുറഹ്മാൻ സാഹിബ് അപേക്ഷിച്ചതിന് പിന്നാലെ പറഞ്ഞത് ഇപ്പം അത് സാക്ഷാത്കരിക്കപ്പെടാൻ പോവുകയാണ്. അതുപോലെ ഞാൻ വാഗ്ദാനം തരുന്നു, ഇവിടെ ഇതും കൂടി സാധിച്ചെടുക്കണം. പൊന്നാനി വഴി പോകുമ്പോൾ പൊന്നാനിക്കാർക്കുള്ള സൗകര്യം മാത്രമല്ല, ഒരുപക്ഷെ ഇന്ത്യൻ റെയിൽവേക്ക് വലിയ ഒരു ഓപ്പറേഷണൽ ഈസ് ഉണ്ടാക്കുന്ന ഒരു പദ്ധതി കൂടിയായിരിക്കും. അതിനുള്ള കൊടി സമനാരി അവർക്ക് ആ കൊടി ഏന്തണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും പൊന്നാനിക്കാർക്ക് നേർന്നുകൊണ്ട് എൻ്റെ ഈ എളിയ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരുപാട് സ്നേഹം, നന്ദി, നമസ്കാരം.